Hello everyone. In this part, we'll see investment avenues. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് വി ഹവ് ഓൾറെഡി സീൻ. നമ്മുടെ പൈസ ഫ്യൂച്ചർ റിട്ടേണിന് വേണ്ടി ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് പല ടൈപ്സിലാവും, പല സ്ഥലത്താവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹിയർ വി ആർ കവറിംഗ് ദ പോർഷൻസ് ദാറ്റ് ഇസ് ഗിവൻ ഇൻ യുവർ സിലബസ്. സിലബസ് പ്രകാരം പറയുന്ന 6 ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് മാത്രമേ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. സോ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആർ ഡിഫറെന്റ് വേസ് ദറ്റ് യു കൻ ഇൻവെസ്റ്റ് യുവർ മണി. അപ്പോൾ 6 ടൈപ്പാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻഡെക്സ് ഫണ്ട്സ്. Now let's see one by one. First is equity shares. Equity shares are those shares that do not have preferential rights. നമുക്ക് പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഷെയർസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഷെയർ വാങ്ങിക്കും. നമ്മുടെ ബാങ്കിൽ പൈസ ഇടുന്ന പോലെ കമ്പനിയിൽ നമുക്കിപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 10,000 റുപ്പീസ് ഒരു കമ്പനിയുടെ ഷെയറിന് ഇൻവെസ്റ്റ് ചെയ്യും. അത് രണ്ട് ടൈപ്പ് ഓഫ് ഓണേഴ്സ് ആവാം. ഇക്വിറ്റി ഷെയർസും ആവാം, പ്രിഫറൻസ് ഷെയർസും ആവാം. ഇക്വിറ്റി ഷെയർസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇല്ല. പ്രിഫറൻസ് ഷെയർസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. വാട്ട് ഇസ് ദിസ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്? രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റ് ആണ് പ്രിഫറൻഷ്യൽ റൈറ്റ്. ദ റൈറ്റ് ടു ഗെറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റൈറ്റ് റിഗാർഡിംഗ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. എന്താണ് ഡിവിഡൻഡ്? റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ് ആർ നോൺ ആസ് ഡിവിഡൻഡ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അതുപോലെ ഷെയറിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വിറ്റി ഷെയർസിന്റെ ഡിവിഡൻഡ് ഫിക്സഡ് അല്ല. പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് ഫിക്സഡ് ആണ്. അതാണ് ആദ്യത്തെ റൈറ്റ്, ഫിക്സഡ് പ്രിഫറൻഷ്യൽ റൈറ്റ്. ഫിക്സഡ് ഡിവിഡൻഡ് ആർക്കുണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ആർക്കാ കൊടുക്കുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷമേ ആർക്ക് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. അപ്പൊ പ്രിഫറൻഷ്യൽ റൈറ്റ്സ്, ഈ രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്സും ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെയാണ് അല്ലെങ്കിൽ ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് എന്താണ് അപ്പം? പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് ദാറ്റ് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. എന്താണ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്? രണ്ട് റൈറ്റ് ആണ്. റൈറ്റ് ടു ഗെറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഇവരുടെ ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കും. 10% ആണെങ്കിൽ 10% തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് റൈറ്റ് റിഗാർഡിംഗ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. അവരാണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. അവർ കമ്പനിയുടെ ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അവരുടെ ഡിവിഡൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അല്ല, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും. അതായത് കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല ഡിവിഡൻഡ് കിട്ടും, കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കുറച്ച് ഡിവിഡൻഡ് അവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ റിസ്ക് എന്താണ്? കൂടുതൽ ആണ്. ഇനി ഇക്വിറ്റി ഷെയർസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു. കമ്പനിയുടെ ഓണേഴ്സ് ആണ് അവര്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, അവരുടെ ഡിവിഡൻഡ് ഫിക്സഡ് അല്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹൈ പ്രോഫിറ്റിന്റെ സമയത്ത് ഹൈ ഡിവിഡൻഡ് കിട്ടും. റെസിജ്വൽ ക്ലെയിം, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കി എല്ലാ ലയബിലിറ്റീസും സെറ്റിൽ ചെയ്തതിനു ശേഷം ലാസ്റ്റ് മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? അവരുടെ പൈസ തിരിച്ചു കിട്ടുള്ളൂ, കാരണം അവർ ഓണേഴ്സ് ആണ്. ട്രാൻസ്ഫറബിലിറ്റി, ഇക്വിറ്റി ഷെയർ നമുക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈസിലി ബൈ ആൻഡ് സെൽ ചെയ്യാം. ആൻഡ് ഇക്വിറ്റി ഷെയർസിന് എന്തുണ്ട്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്, അതിന്റെ വാല്യൂ കൂടാം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്താന്ന് നേരത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. 100 രൂപയുടെ ഷെയർ ഇപ്പൊ നാളെ 101 രൂപയാണെങ്കിൽ ഈ 1 രൂപയാണ് എന്ത്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ 100 രൂപയുടെ ഷെയർ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് 1000 രൂപയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 900 റുപ്പീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ കൂടാം. വാല്യൂ കൂടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കിട്ടുന്നത് കൂടും. ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതിന്റെ മീനിങ്ങിൽ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് വി ഹാവ് റിപ്പീറ്റഡ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് വി ഹാവ് ഓൾറെഡി സീൻ. പൊട്ടൻഷ്യൽ ഫോർ ഹയർ റിട്ടേൺസ്, കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നല്ല റിട്ടേൺ ഇവർക്ക് കിട്ടും, നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇൻകം, കമ്പനിക്ക് ഹൈ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഹൈ ഡിവിഡൻഡ്.
ഹൈ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് നല്ല ക്യാപിറ്റൽ റിട്ടേൺസും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ തന്നെ ഓണേഴ്സുമാണ്, ഇവർക്ക് എന്തുണ്ട്, വോട്ടിംഗ് റൈറ്റ്സും ഉണ്ട്. ആൻഡ് ലിക്വിഡിറ്റി, അതായത് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. വി ഹാവ് ഓൾറെഡി സീൻ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യുകയും ചെയ്യാം, സെൽ ചെയ്യുകയും ചെയ്യാം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതിന്റെ വാല്യൂ ഓവർ ടൈം, ഓവർ ദ ഇയേഴ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഹയർ റിട്ടേൺ പൊട്ടൻഷ്യൽ, ഡിവിഡൻഡും ക്യാപിറ്റൽ റിട്ടേണും ഒക്കെ നല്ല പോലെ കൂടിയത് കൊണ്ട് തന്നെ അതിന്റെ റിട്ടേൺസ് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. വാട്ട് അബൌട്ട് ഡിസ്അഡ്വാൻറ്റേജസ്? മാർക്കറ്റ് വൊലാറ്റിലിറ്റി, അതായത് മാർക്കറ്റിനനുസരിച്ച് ഇപ്പം വാറൊക്കെ നടക്കുന്ന സമയത്ത് ചില ഷെയറിന്റെ പ്രൈസ് നല്ല ഡൗൺ ആവും. അപ്പൊ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ വിൽക്കാതിരുന്നാൽ മതി, അപ്പൊ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നോ ഗ്യാരണ്ടീഡ് റിട്ടേൺ, ഡിവിഡൻസിന്റെ റേറ്റ് ഫിക്സഡ് അല്ല, വേരി ചെയ്യും. റിസ്ക് കൂടുതലാണ്, അതായത് കമ്പനിക്ക് ലോസ് ഉണ്ടാവുന്ന സമയത്ത് ഇവർക്കും ലോസ് തന്നെയായിരിക്കും. ലാസ്റ്റ് ക്ലെയിം ഇൻ ലിക്വിഡേഷൻ, നമ്മൾ ഓൾറെഡി കണ്ടു റെസിജ്വൽ ക്ലെയിം, എല്ലാവർക്കും പേ ചെയ്തതിന് ശേഷമാണ് അവസാനം ഇവർക്ക് റിട്ടേൺ പേ ചെയ്യുന്നത്. ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ, അതായത് ഒരുപാട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ മാനേജ്മെന്റ് ഓണർഷിപ്പിൽ ചേഞ്ച് ഉണ്ടാവും. കാരണം എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ്. അപ്പൊ ഒരുപാട് ഇക്വിറ്റി ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഓണർഷിപ്പിൽ ചേഞ്ച് വരാനുള്ള ചാൻസ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഒന്നുമില്ല, ഇതിന്റെ മീനിങ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കോട്ട് ചെയ്യാം. ആൻഡ് അബൌട്ട് പ്രിഫറൻസ് ഷെയർസ്, സെക്കൻഡ് type of investment revenue, we have already seen these are those shares that have preferential rights. Preferential rights എന്തൊക്കെയായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ ഇവർക്ക് ക്യാപിറ്റൽ പേ ചെയ്യും. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള ഒരു സാധനം ഇവർക്കില്ല, എന്താണ്, വോട്ടിംഗ് റൈറ്റ്സ് ഇവർക്ക് ഇല്ല. ഓക്കെ, ആൻഡ് ഇക്വിറ്റി ഷെയർസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്താണ്, ലെസ് റിസ്കിയാണ്. റിസ്ക് കുറയുമ്പോൾ തന്നെ റിട്ടേൺസും അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഓൾറെഡി കണ്ടു. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തിട്ടേ പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. പിന്നെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ, അവരുടെ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരു പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. പിന്നെ വോട്ടിംഗ് റൈറ്റ്സ് ആർക്ക് ആണ് ഉള്ളത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഇത് ഹൈബ്രിഡ് നേച്ചർ ആണ്, അതായത് ഇത് ബോത്ത് ഓണർഷിപ്പ് ക്യാപിറ്റലും ആണ് ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലും ആണ് നമുക്ക് പറയാം. അതായത് കടം എടുക്കുന്ന ഇതിന്റെ ഫീച്ചേഴ്സും ഡിബഞ്ചേഴ്സിന്റെ ഫീച്ചേഴ്സും ഷെയർസിന്റെ ഫീച്ചേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് പ്രിഫറൻസ് ഷെയർസ്. ഒരുപാട് ടൈപ്പ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, റെഡീമബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. Now let's see the types of preference shares. നമ്മൾ മീനിങ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. Now let's see the types of preference shares. ഒരുപാട് ടൈപ്സ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അതായത് കമ്പനിക്ക് ഡിവിഡൻഡ് സപ്പോസ് പേ ചെയ്യാൻ പറ്റിയില്ല, കറക്റ്റ് ടൈമിൽ ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് നിന്നിട്ട് അവസാനം ഒരു ദിവസം പേ ചെയ്യുന്നതാണ് ക്യുമുലേറ്റീവ്. നോൺ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കറക്റ്റ് സമയത്ത് പേ ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് ഡിവിഡൻഡ് അവിടെ മിസ്സാവും, അത് ക്യുമുലേറ്റ് ചെയ്ത് വരില്ല. അതാണ് നോൺ ക്യുമുലേറ്റീവ്. അതിങ്ങനെ കെട്ടിക്കിടക്കില്ല, നമുക്ക് ഒരുമിച്ച് കിട്ടില്ല. ക്യുമുലേറ്റീവില് കറക്റ്റ് ടൈമിൽ പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവസാനം കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമല്ല, കമ്പനിക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിലൊരു ഷെയറും കൂടെ ആർക്ക് കിട്ടും, ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ, അഡീഷണൽ പ്രോഫിറ്റ് കിട്ടില്ല. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് മീൻസ്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ദേ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഷെയർസ്. നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അവർ ഇക്വിറ്റി ഷെയർ ആയിട്ട് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇത് തിരിച്ചു കൊടുക്കും. റെഡീം എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കും. അവർ 10,000 രൂപ പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപ കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും. Irredeemable, as the name indicates, they cannot be repaid. നമ്മൾ തിരിച്ചു കൊടുക്കാത്ത ക്യാപിറ്റലാണ് റീപേബിൾ. ഒരു പീരീഡ് കഴിഞ്ഞ സമയത്ത് അത് തിരിച്ചു കൊടുക്കില്ല. കമ്പനി പൂട്ടിയൊക്കെ പോവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കും, അല്ലാതെ 10 കൊല്ലത്തിന് ശേഷം തിരിച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടികൾ ഇല്ല.
So these are the different types of preference shares. Now about advantages we've already discussed. അതിൽ മീനിങ് തന്നെ നമുക്ക് പല അഡ്വാൻറ്റേജസും കിട്ടാം. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ ആദ്യം അവർക്കാണ് പേ ചെയ്യുന്നത്. റിസ്ക് കുറവാണ് ഇക്വിറ്റി ഷെയർസ് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഉദ്ദേശിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഒരിക്കലും നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രിഫറൻസ് ഷെയർസ് വേണമെങ്കിൽ നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന്റെ സമയത്ത് ആദ്യം ഇവർക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. നൗ അബൌട്ട് ഡിസ്അഡ്വാൻറ്റേജസ്. ഇക്വിറ്റി ഷെയർസിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എഴുതാം. വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. റിട്ടേണിന്റെ ഒരു പൊട്ടൻഷ്യൽ വളരെ കുറവാണ്. ഡിവിഡൻഡ് ഉണ്ടെങ്കിലും കമ്പനിക്ക് ഒരുപാട് ലോസ് ഉള്ള സമയത്ത് ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കില്ല. ഇവർക്ക് ഫിക്സഡ് ആണെങ്കിലും കമ്പനിക്ക് ഒരുപാട് ലോസ് ഉള്ള സമയത്ത് ഇവർക്ക് കൊടുക്കില്ല. കാരണം ഇവരും കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഏകദേശം പാർട്ടായിട്ട് വരുന്നതുകൊണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഫിക്സഡ് റേറ്റ് കൊടുക്കും. വലിയ നഷ്ടത്തിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചിലപ്പം ഡിവിഡൻഡ് കൊടുക്കില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ സാധ്യത കൂടുതലാണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ സാധ്യത കുറവാണ്. These are the advantages and disadvantages. Now let's see the difference between equity and preference shares. Equity shares എന്ന് പറഞ്ഞാൽ shares that do not have preferential rights. ഇവിടെ preferential rights ഉണ്ട്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആർക്കാണുള്ളത്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഇവിടെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. ആദ്യം ആർക്കാണ് പേ ചെയ്യുന്നത്? ബിഫോർ ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യും. ഇവർക്ക് അവസാനമാണ് പേ ചെയ്യുന്നത്. വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ആൻഡ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രിഫറൻസ് ഷെയർസ് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റീപേ ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് നമുക്ക് റെഡീം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. കമ്പനിക്ക് വേണമെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി ഷെയർ തിരിച്ചു വാങ്ങാം. പ്രിഫറൻസ് ഷെയർസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. So these are the basic difference between equity shares and preference shares. So in this part we have seen equity shares, features, advantages, disadvantages, preference shares features, types, advantage, disadvantage, and the difference between equity shares and preference shares. So rest investment avenues we'll see in next